കെ ശശീന്ദ്രന് CPM-ന്റെ പച്ചക്കൊടി. മന്ത്രിസ്ഥാനത്ത് ശശീന്ദ്രൻ തുടരട്ടെ എന്ന് CPM സംസ്ഥാന നേതൃത്വം നിലപാട് പ്രകാശ് കാരാട്ടിനെ അറിയിച്ചു. കേന്ദ്ര നേതൃത്വത്തെയും മുഖ്യമന്ത്രി നിലപാട് അറിയിച്ചതായാണ് വിവരം. അതേസമയം തോമസ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്ന വിവരങ്ങളുമായി. പ്രശാന്ത്, മന്ത്രി കെ ശശീന്ദ്രൻ നേരത്തെ തന്നെ ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. മുഖ്യമന്ത്രി എടുക്കട്ടെ നിലപാട്, CPM പറയട്ടെ നിലപാട് എന്ന കാര്യത്തിൽ ഏതായാലും CPM-ന്റെ പച്ചക്കൊടി ലഭിച്ചിരിക്കുന്നു. അതേസമയം തോമസിന്റെ നീക്കം എന്താണ്? വീണ, തോമസിന്റെ മന്ത്രിസ്ഥാനം ഏതാണ്ട് അടഞ്ഞ അധ്യായമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും കെ ശശീന്ദ്രൻ തന്നെ മന്ത്രിസ്ഥാനത്ത് തുടരട്ടെ എന്ന് CPM സംസ്ഥാന സമിതിയും CPM സംസ്ഥാന നേതൃത്വവും പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും ഈ വിഷയം CPM കോർഡിനേറ്ററായ കേന്ദ്രത്തിലെ CPM കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടിനെ അറിയിക്കുകയും ചെയ്യും. പ്രകാശ് കാരാട്ട് ഈ വിവരം, അതായത് സംസ്ഥാനത്തെ CPM-ന്റെ വിവരം, അതുപോലെ തന്നെ മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും നയം, അത് NCPയുടെ ദേശീയ അധ്യക്ഷൻ ശരത് പവാറിനെ അറിയിക്കുകയും ചെയ്യും. എന്തായാലും ഈ കഴിഞ്ഞ ദിവസമടക്കം ഇതിൽ വലിയ കോലാഹലങ്ങളുണ്ടായിരുന്നു. ശശീന്ദ്രനെ മാറ്റണമെന്നടക്കമുള്ള കാര്യങ്ങൾ അതുമായി ആരോപിച്ചുകൊണ്ടാണ് ഈ തോമസ് ഡൽഹിയിലേക്ക് തിരിക്കുകയും ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്തത്. എന്തായാലും ഇപ്പോൾ വീണ്ടും സംസ്ഥാന നേതൃത്വം, CPM സംസ്ഥാന നേതൃത്വവും സർക്കാരും ഒരേ നിലപാട് തന്നെ സ്വീകരിച്ചിരിക്കുകയാണ്. ശശീന്ദ്രൻ മന്ത്രിയായി തുടരട്ടെ എന്ന് തന്നെയാണ് തീരുമാനം. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്തില്ലെങ്കിൽ, മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറിയാൽ NCPയിൽ നിന്നും മറ്റൊരു മന്ത്രിയെ എടുക്കേണ്ടതില്ല എന്നൊരു തീരുമാനവും ഈ സർക്കാർ എടുത്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ശശീന്ദ്രൻ തന്നെ തുടരട്ടെ എന്ന് പറയാൻ കാരണം. ഈ തോമസ് മന്ത്രിയാവുന്നതിനോട് മുഖ്യമന്ത്രിക്കടക്കം അതൃപ്തിയുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിനെതിരെ കോഴയാരോപണം അടക്കം, അതായത് ഭരണപക്ഷത്തെ MLA-മാർക്ക് കോഴ വാഗ്ദാനം ചെയ്തതടക്കമുള്ള ചില ആരോപണങ്ങൾ നിലനിൽക്കുകയും കൂടി ചെയ്തിരിക്കുകയാണ്. അത്തരം സാഹചര്യത്തിൽ അങ്ങനെ ആരോപണ വിധേയനായ ഒരാൾ മന്ത്രിസ്ഥാനത്തേക്ക് വരേണ്ടതില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ അടക്കമുള്ള തീരുമാനം. അതുകൊണ്ട് തന്നെയാണ് ശശീന്ദ്രൻ തന്നെ തുടരട്ടെ എന്ന് തീരുമാനിക്കുവാനുള്ള കാരണമായത്. അല്ലെങ്കിൽ ശശീന്ദ്രൻ മാറി നിൽക്കുകയാണെങ്കിൽ പിന്നീട് NCPക്ക് മന്ത്രിസ്ഥാനം ഉണ്ടാവുകയുമില്ല, വേറെ മന്ത്രി എടുക്കേണ്ടാതൊരു തീരുമാനവും കൂടി വന്നിരിക്കുകയാണ്. ഇത് കേന്ദ്രത്തെ അറിയിക്കാൻ, അതായത് NCPയുടെ ദേശീയ നേതൃത്വത്തെ അറിയിക്കുവാനുള്ള നിർദ്ദേശിക്കുകയും ചെയ്തു. അതേ തുടർന്നാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം പ്രകാശ് കാരാട്ടുമായി സംസാരിച്ചിട്ടുണ്ട്. ഡൽഹിയിലെ CPM കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടുമായി സംസാരിച്ചിട്ടുണ്ട്. പ്രകാശ് കാരാട്ട് ഈ വിവരങ്ങളെല്ലാം, അതായത് ഈ സംസ്ഥാന നേതൃത്വം സ്വീകരിച്ചതും അതുപോലെ തന്നെ സർക്കാർ സ്വീകരിച്ചതും മുഖ്യമന്ത്രി അടക്കമുള്ളവർ എടുത്ത തീരുമാനമടക്കം NCPയുടെ ദേശീയ നേതൃത്വത്തെ ധരിപ്പിക്കും. ഈ തീരുമാനം എടുത്തത് മന്ത്രിസഭ ഒന്നാകെയാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒറ്റ അഭിപ്രായം വന്നുവെന്നും അറിയാൻ കഴിയുന്നത്. എന്തായാലും തോമസിന്റെ മന്ത്രിസ്ഥാനം എന്ന് പറയുന്നത് വീണ്ടും ഒരു അടഞ്ഞ അധ്യായമായി മാറുന്നൊരു സാഹചര്യമാണ്. അതിനിടയിൽ തോമസ് ഇന്ന് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് അറിയിക്കുകയും ചെയ്തു. വൈകിട്ടോടുകൂടിയായിരിക്കും കൂടിക്കാഴ്ച. എന്നാൽ കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ലഭിച്ചതുമില്ല. മുഖ്യമന്ത്രിക്ക് അസൗകര്യമുണ്ടെന്നും അങ്ങനെ അറിയിച്ചിട്ടുണ്ട്. രോഗം അസുഖമായ ബാധിതനായി കിടക്കുകയാണെന്നൊരു അറിയിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ലഭിച്ചിട്ടില്ലെന്നും തോമസ് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വൈകിട്ടോടുകൂടി തന്നെ തോമസ് തലസ്ഥാനത്തെത്തും, തിരുവനന്തപുരത്തെത്തും. തുടർന്ന് മാധ്യമങ്ങളെ കാണുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ NCPയുടെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടയിലാണ് വീണ്ടും സംസ്ഥാന സർക്കാരും CPM നേതൃത്വവും ശശീന്ദ്രനെ തന്നെ മന്ത്രിയെ തുടരട്ടെ എന്നൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ തോമസിന്റെ മന്ത്രിസ്ഥാനം സംബന്ധിച്ച കാര്യം അതൊരു ആശങ്കയിൽ, അല്ലെങ്കിൽ ഒരു അടഞ്ഞ അധ്യായമായി മാറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വീണ. ഓക്കെ, ശരി പ്രശാന്ത്. ഏതായാലും കെ ശശീന്ദ്രന് CPM-ന്റെ പച്ചക്കൊടി ലഭിച്ചിരിക്കുകയാണ്. മന്ത്രിസ്ഥാനത്ത് ശശീന്ദ്രൻ തുടരട്ടെ എന്നാണ് CPM-ന്റെ നിലപാട്. പ്രകാശ് കാരാട്ടിനെ ഈ വിഷയം അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. കേന്ദ്ര നേതൃത്വത്തെയും മുഖ്യമന്ത്രി അറിയിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്.